ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിനീതും കുടുംബവും എല്ലാവരും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം യാത്ര ചെയ്ത ക്ഷീണം കാരണം വണ്ടി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒതുക്കി അവർ വെള്ളമൊക്കെ കുടിച്ച് അതുപോലെ മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആവുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഗംഗ വിനീതിനടുത്തേക്ക് ചെല്ലുക. വിനീതേട്ടാ, നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയല്ലോ. നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന വീട് ഇവിടെ അടുത്താണോ എന്ന് ചോദിക്കാം. കറക്റ്റ് സ്ഥലം എനിക്കും അറിയില്ല ഗംഗെ, ഞാൻ ആ ഹൗസ് ഓണർ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് അയാളെ വിളിക്കുക. പക്ഷെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. എന്തു പറ്റി വിനീതേട്ടാ? അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നോ? വിനീതേട്ടൻ എന്താ ഈ പറയുന്നത്? എല്ലാം റെഡിയാക്കിയത് വിനീതേട്ടനല്ലേ എന്ന് ചോദിക്കാം. അത് പിന്നെ ബേബി ചേട്ടനാ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ഹൗസ് ഓണർക്ക് കൊടുക്കാനുള്ള 10,000 രൂപ അഡ്വാൻസ് തുകയും ഞാൻ ബേബി ചേട്ടനെ ഏൽപ്പിച്ചത്. അല്ലാതെ ഹൗസ് ഓണറുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഗംഗ എന്ന് പറയാം. എന്താ വിനീതേട്ട ഈ പറയുന്നത്? ആ മദ്യപിച്ച് നടക്കുന്ന ബേബി ചേട്ടനെ വിശ്വസിച്ചാണോ ഞങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വിനീതേട്ടൻ ഇങ്ങോട്ട് വന്നത്? വിനീതേട്ടനെ വിശ്വസിച്ച് വീട് ഇവിടെ ഉണ്ടാകുമെന്ന് കരുതിയല്ലേ ഞങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നേ. ഇനി എന്താ ചെയ്യുക? വിനീതേട്ടൻ എന്തോ ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത്? ഈ വയ്യാത്ത നിലയും വെച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കാം. നീ ടെൻഷൻ ആവാതെ ഗംഗെ, ഞാനൊന്ന് ബേബി ചേട്ടനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ബേബി ചേട്ടന് ഫോൺ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ബേബി ചേട്ടനാണ് നല്ല മദ്യപിച്ച് നല്ല രീതിയിൽ ലെക്ക് കെട്ടാ നിൽക്കുന്നത്. അപ്പം വിനീത് വിളിക്കുമ്പം കോൾ ഒരു വിധത്തിൽ എടുക്കുന്നുണ്ട്. ഹലോ, ഞാൻ വിനീത ബേബി ചേട്ട എന്ന് പറയാ. ഏത് വിനീത്? ബേബി ചേട്ടൻ ഞാൻ വിനീതാണെന്ന്. ആ എടാ വിനീത്, നീ തിരുവനന്തപുരത്തിന് പോയില്ലേടാ എന്നൊക്കെ ചോദിക്കാണ്. മദ്യപിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് നാക്കൊക്കെ കുഴയുന്നുണ്ട്. ബേബി ചേട്ടാ, ആ വീട് എവിടെയായിട്ടാ? ബേബി ചേട്ടൻ്റെ കയ്യിൽ ഹൗസ് ഓണറിൻ്റെ വേറെ നമ്പർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് അയച്ച് ഞാൻ അയാളൊന്ന് വിളിക്കട്ടെ. ബേബി ചേട്ടൻ തന്ന നമ്പറെ വിളിച്ചിട്ട് അയാളെ കിട്ടുന്നില്ല എന്ന് പറയാം. നമ്പറോ? ഹൗസ് ഓണറിൻ്റെയോ? ഏത് ഹൗസ് ഓണർ? ഹൗസ് ഓണർ എന്ന് പറഞ്ഞാൽ വീട്ടുടമ. ഓ, വീട്ടുടമ. എടാ വിനീതെ, ഈ ഭൂമിയാകുന്ന ലോകത്തിൻ്റെ ഉടമ ആരാ? ദൈവം. ആ ദൈവത്തിൻ്റെ നമ്പർ ഒരെണ്ണമെങ്കിലും നിന്റെ കയ്യിലുണ്ടല്ലോടാ. ഈ ബേബി ചേട്ടന് ആ ഒരു നമ്പർ പോലും ഇല്ലടാ എന്ന് പറയാണ്. അയാളുടെ നമ്പർ നീ എനിക്കിങ്ങോട്ട് അയക്ക്. ആ ദൈവത്തിൻ്റെ അയാളോട് 2 വർത്താനം പറയാനുണ്ട് എനിക്ക് എന്ന് പറയാം. ബേബി ചേട്ടാ, നിങ്ങൾ എന്ത് ഈ പിച്ചും പേയും പറയുന്നത്? ആ, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി കളഞ്ഞ ആ ദൈവം ഉണ്ടല്ലോ, അയാളോട് എനിക്ക് 2 എണ്ണം പറയണം എന്ന് വീണ്ടും ബേബി ചേട്ടൻ പറയണേ. ഒരു തൂണി പിടിച്ചാണ് നിൽക്കുന്നത്. പെട്ടെന്ന് കയ്യിൽ നിന്ന് ഫോൺ വഴുതി വീഴുകയും ചെയ്യുന്നുണ്ട്. ഹലോ ബേബി ചേട്ടാ, ഹലോ എന്നും പറഞ്ഞ് നമ്മുടെ വിനീത് വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബേബി ചേട്ടൻ അത് അറിയുന്ന പോലും ഇല്ല. എന്തായി വിനീതേട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് ഗംഗ അടുത്തേക്ക് വരിക. ബേബി ചേട്ടനൊന്നും പറഞ്ഞില്ല. വിനീതേട്ടൻ ഇപ്പോഴും മനസ്സിലായില്ലേ? അയാൾ ഓഫായിന്ന്. ഓഫാകാനോ? ഓ, അയാൾ മദ്യപിച്ച് ലെക്ക് ഇട്ടാ നിന്നത്. അയാൾ എവിടെയോ വീണ് കിടപ്പുണ്ടെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കാം. ഇനി ഞങ്ങൾ എന്താ വിനീതേട്ടാ ചെയ്യേണ്ടത്? ഇത്രയും പെണ്ണുങ്ങൾ, അതും ഒറ്റയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വിനീതേട്ടനൊന്ന് പറ. ഞാൻ കൂടെ ഉണ്ടല്ലോ ഗംഗെ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. വിനീതേട്ടനെ വിശ്വസിച്ച് ഇവിടേക്ക് വന്ന് ഞങ്ങളിപ്പോൾ ആരായി എന്ന് ചോദിക്കാം. ഒരു കാര്യവ്യവസ്ഥയില്ലാതെ ഇങ്ങനെയൊക്കെയാണോ വിനീതേട്ട ഒരു കാര്യം ഏൽപ്പിച്ച് ചെയ്യേണ്ടത് എന്ന് പറയാം. അപ്പം ഗംഗയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശബ്ദം ഉയർത്തി കേൾക്കുന്ന വിനീത് പറയും, ഗംഗെ ദേ ആൾക്കാർ ശ്രദ്ധിക്കുന്നു, കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ എന്ന് പറയാം. അപ്പം ഇത് നമ്മുടെ ശാരദയും കാവേരിയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ശാരദ കാവേരിയോട് പറയും, നീ മാറിക്ക മോളെ, ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ കാവേരിയും പിന്നാലെ ചെല്ലും. അപ്പോൾ ശബ്ദം ഉയർത്തി കേൾക്കുന്ന കാവേരി ചോദിക്കും, എന്താ ചേച്ചി, എന്താ പ്രശ്നം? അപ്പോൾ ശാരദൻ ചോദിക്കും, വിനീതേ മോനെ, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുക. അമ്മേ, വിനീതേട്ടൻ വീടെല്ലാം റെഡിയാക്കിയെന്നുള്ള വിശ്വാസത്തിലല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഹൗസ് ഓണറെ വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ല. ആ ബേബി ചേട്ടൻ അത്രേ എല്ലാം റെഡിയാക്കി കൊടുത്തത്. അയാളാണ് കുടിച്ച് ഫിറ്റായിട്ട് അവിടെ നിൽക്കുക എന്ന് പറയാം. ഞാൻ പിന്നെ എന്താ വിനീതേട്ടനോട് പറയുന്നത്? ഒരു കാര്യത്തിനും ഒരു വ്യവസ്ഥയില്ലാത്തൊരു മനുഷ്യനായി പോയല്ലോ എന്നൊക്കെ ഗംഗ പറയണം. ദേ, ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് അപ്പം ശാരദ ഗംഗയോട് പറയാ. നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ എങ്ങനെ സമാധാനപ്പെടാനാ? എന്നാൽ അമ്മ എവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു സ്ഥലം റെഡിയാക്കി താ. ഈ പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് ഗംഗ അപ്പോൾ ചോദിക്കാം. ചേച്ചി എന്താ കാര്യം എന്ന് കാവേരി ചോദിക്കുകയാണ്. എടി, വിനീതേട്ടൻ എല്ലാം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ ഹൗസ് ഓണറിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് അയാളെ കിട്ടുന്നില്ലടി. എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്ന് ചോദിക്കാം. വിനീതേട്ടന് ഒരു കാര്യവും അറിയില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശി പറയും, തൽക്കാലം നമുക്കൊരു ഹോട്ടലിൽ റൂം എടുക്കാം. ഇവിടെ ഈ നഗരത്തിൽ വരുമ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറ്. പെട്ടെന്ന് ശാരദ അതിനെ എതിർക്കും. ഹോട്ടലിൽ റൂം എടുക്കാനോ? അതൊന്നും റെഡിയാകില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന യമുന പറയും, റെഡിയാകില്ലെന്നോ? അമ്മ എന്ത് ഈ പറയുന്നത്? അതിലൊരു തെറ്റും ഇല്ല എന്ന് പറയാം.
പെട്ടെന്ന് നമ്മുടെ വിനീത് പറയും, ആ നേരാ, കാശുണ്ടല്ലോ കയ്യിൽ, 50 ലക്ഷം രൂപ കയ്യിലില്ലേ എന്ന് പറയാ. ദേ വിനീതേട്ടാ മിണ്ടാതിരുന്നോണം എന്ന് ഗംഗ അപ്പം കൈ ഉയർത്തി പറയണം കേട്ടോ. അപ്പം ശാരദയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഇതേ സമയം ശാരദയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഗംഗയുടെ ഒരു സുഹൃത്ത് അന്ന് സ്നേഹതീരത്ത് വന്നതും എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞതും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പം ശാരദ പെട്ടെന്ന് എല്ലാവരോടുമായിട്ട് പറയാം, അതെ മോളെ ഗംഗ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുക. എടി നിന്റെ ആ കൂട്ടുകാരിയില്ലേ താര, ആ കൊച്ച് തിരുവനന്തപുരത്തല്ലേ, ആ കരുണാകരൻ നായരുടെ മോള്, ആ കൊച്ച് ഇവിടെ എങ്ങാണ്ടല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുക. ആ തിരുവനന്തപുരത്താ, എവിടെയാണെന്ന് എനിക്കറിയില്ല, അവൾ സ്ഥലം പറഞ്ഞത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല അമ്മേ എന്ന് പറയാം. നിന്റെ കയ്യിൽ നമ്പറില്ലേ, നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക്. എന്തിനാ അമ്മേ? എടി ഇവിടെ എന്ത് സഹായത്തിനും അവൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോയെന്നൊന്ന് നോക്കാലോ, നമുക്ക് തൽക്കാലം താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുമെന്ന് നോക്കാം, നീ ഒന്ന് വിളിച്ചു നോക്ക്, അല്ലാതെ ഇവിടെ എങ്ങനെ ഈ പെരുവഴിയിൽ നിൽക്കാൻ പറ്റുമോ എന്ന് പറയാം. അപ്പം നമ്മുടെ ഗംഗയാണെങ്കിൽ താരയുടെ നമ്പർ ഡയൽ ചെയ്ത് വിളിക്കാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് നമ്മുടെ രാധമ്മ പറയും, ഹോട്ടലിൽ താമസിക്കുന്നതേ അത്ര മോശം കാര്യമൊന്നും അല്ല, ഞാനും മാധവേട്ടനോട് സിറ്റിയിൽ വന്നാലേ ഹോട്ടലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, തിരുവനന്തപുരത്ത് വന്ന സിറ്റി എന്ന് പേരുള്ളൊരു ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നു. മാധവേട്ടന് ഇവിടെ പരിചയക്കാരുടെ കുറവെല്ലാം ഉണ്ടോ? ഒരു രസം, ഇവിടെയും പല പരിചയക്കാരും ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നച്ചമ്മേ, ആ ഹോട്ടലൊക്കെ ഇപ്പോഴേ മോഹൻജദാരോ പോലെ കുഴിച്ചു നോക്കി കണ്ടുപിടിക്കേണ്ട അവസ്ഥയായിരിക്കും എന്ന് കാവേരി പറയാം. പോടി ഒന്ന് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കാവേരിയും അച്ഛമ്മയും സംസാരിക്കുന്ന കേട്ടിട്ട് യമുനയും ചിരിക്കുക. പെട്ടെന്ന് താരയെ ഫോൺ വിളിച്ചിട്ട് ഗംഗ അടുത്തേക്ക് വരിക. വീട്ടിലേക്ക് ചെല്ലാനാ താര പറഞ്ഞത്. അതിന് അവളുടെ വീട് എവിടെയാ? ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞു എന്ന് ഗംഗ പറയാണ്. പെട്ടെന്ന് രാധമ്മ അടുത്തേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാടി എന്ന് ചോദിക്കുക. പെട്ടെന്ന് കാവേരി രാധമ്മയുടെ അടുത്തേക്ക് ചെല്ലും. തൽക്കാലം നമുക്ക് അവിടേക്ക് പോകാം, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണത്തിലല്ലേ എല്ലാവരും, വെറുതെ ഈ പെരുവഴിയിൽ നട്ട വെയിലത്ത് നിൽക്കണ്ടല്ലോ എല്ലാവരും. ഹോട്ടലിലാണെങ്കിൽ തന്നെ താരച്ചേച്ചിക്ക് പരിചയമുള്ള സ്ഥലവും ഉണ്ടാകൂലോ. അത് ശരിയാ എന്ന് അപ്പം നമ്മുടെ ശാരദയും പറയാം. എന്നാ വാ പോകാം എന്നും പറഞ്ഞ് എല്ലാവരും വണ്ടിയിലേക്ക് കയറുക. വിനീതാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. താൻ ചെയ്ത കാര്യം ഫ്ലോപ്പായി പോയല്ലോ എന്ന്. പെട്ടെന്ന് ഗംഗ വിളിക്കും, വിനീതേട്ട വരുന്നില്ലേ എന്ന് ചോദിക്കുക. അല്ല, നമുക്ക് ഇയാളുടെ ഫ്രണ്ട് താരയെ വെറുതെ ശല്യപ്പെടുത്തണോ? ബേബി ചേട്ടനെ ഒന്നുകൂടി ഒന്ന് വിളിച്ചാലോ? മര്യാദയ്ക്ക് വണ്ടി കയറിക്കോണം നിങ്ങൾ എന്ന് അപ്പോൾ ഗംഗ പറയണേ. ഗംഗ ദേഷ്യത്തോട് പറഞ്ഞതോടുകൂടി തന്നെ വിനീത പിന്നെ ഒന്നും പറയാനില്ലാത്തതുപോലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുക. ഗംഗയ്ക്കാണെങ്കിൽ വിനീതൻ്റെ കാര്യം കണ്ട് ചിരി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു മനുഷ്യൻ എന്ന് ചിരിച്ചുകൊണ്ടാണ് കേട്ടോ ഗംഗ പറയുന്നത്. അങ്ങനെ അവർ താരയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാം. ഇതേ സമയം നമ്മുടെ നിവിനാണെങ്കിൽ നിവിൻ്റെ വീട്ടിൽ റൂമിൽ ആകെ സങ്കടപ്പെട്ട് ചിന്തിച്ചിരിക്കുന്ന കാണുന്ന ആസിഫ് അടുത്തേക്ക് ചെല്ലുക. എടാ നിവിനെ പോട്ടടാ, സാരമില്ലടാ, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയാം. പെട്ടെന്ന് നിവിൻ ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നിവിൻ്റെ ചിരി കാണുന്ന ആസിഫ് ഇവനിത് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ നോക്കുക. നീ എന്താടാ വിചാരിച്ചത് എന്ന് ആസിഫിനോട് ചോദിക്കുക. അമ്മ ദേഷ്യപ്പെട്ടതിൻ്റെ വിഷമത്തിൽ ഞാൻ സെൻറ്റി അടിച്ച് ചത്തോണ്ടിരിക്കുവാണെന്നോ? അല്ലേ, എൻ്റെ പട്ടി അടിക്ക് സെൻറ്റി എന്ന് അപ്പം നമ്മുടെ നിവിൻ പറയാം. അടുത്ത എപ്പിസോഡിന് തിരുവനന്തപുരത്താടാ. തിരുവനന്തപുരത്തോ? ഇനി എപ്പിസോഡുകളൊക്കെ തിരുവനന്തപുരത്താ. കാവേരി കുടുംബമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കല്ലേ. ഞാനും പിന്നാലെ പോയാലോ എന്ന് ആലോചിക്കുന്നത്. ഞാനിനി എന്തിനീ പുഷ്പവാടിയിൽ കിടന്ന് സമയം പാഴാക്കണം? അപ്പം വീണ്ടും അവളുടെ പിന്നാലെ തന്നെ പോകുക അല്ലേ? എടാ അതിനിതിന് അവസാനിച്ചുവെന്ന് ആരോടാ പറഞ്ഞത്? ഇത് വെറും തുടക്കമല്ലേ മോനെ. ഇന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെ വിട്ടാലോ എന്നാ എൻ്റെ ആലോചന. അവിടെ പോയി ഒരു സ്റ്റേ ഒക്കെ ഒപ്പിക്കണമല്ലോ. ഇന്ന് വേണ്ട നിവിനെ, അത് ശരിയാകില്ല. ഇന്ന് അച്ഛനും അമ്മയും ആകെ സങ്കടത്തിലല്ലേ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഇന്ന് അത്രയും സപ്പോർട്ട് ചെയ്തതല്ലേ ഇന്ന് ഇന്ന് തന്നെ നീ ഇറങ്ങിപ്പോയാ കാവേരി കല്യാണം മുടക്കാൻ കാത്തിരിക്കുമായിരുന്നു നീയെന്ന് അവർക്ക് സംശയം തോന്നും. എടാ അതുമാത്രമല്ല, കല്യാണം മുടങ്ങിയതിൻ്റെ പേരിൽ ജയപാൽ അങ്കിള് എന്തേലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമുക്കറിയാനും പറ്റില്ല. ആൻറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. നിന്റെ കല്യാണമായതുകൊണ്ട് മാത്രമാണ് സ്റ്റേജിലൊക്കെ കയറി ചിരിച്ചുകൊണ്ട് നിന്നത്. എടാ ആൻറ്റിക്ക് തീരെ വയ്യടാ. ആൻറ്റിയുടെ വയ്യായികയും മാനസിക ബുദ്ധിമുട്ടും ഒക്കെ അങ്കിളിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം നീ അവരെ കൊണ്ട് ഒരു വഴക്കിനും വയ്യ. അതുകൊണ്ട് 1-2 ദിവസമെങ്കിലും നീ ഇവിടെ വേണം. അവർക്കൊരു സപ്പോർട്ടിന് വേറെ ആരാടോ ഉള്ളത്? അല്ലെങ്കിൽ തന്നെ കാവേരി ഒറ്റയ്ക്കല്ലല്ലോ, കുടുംബമായിട്ടല്ലേ പോയിരിക്കുന്നേ. നിനക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അവരെല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയാം. എടാ ഇവിടെ നിന്ന് നീ ഉടനെ അന്വേഷിച്ചു പോകേണ്ട ഒരു കാര്യമില്ല. കാവേരി കണ്ടെത്തിയാലും
ഞങ്ങൾ തമ്മിൽ ഒരുമിക്കാനൊന്നും പോകുന്നില്ലടാ എന്ന് നിവിനപ്പം പറയാം. അവളോട് നേരത്തെ തന്നെ എൻ്റെ പ്രണയം പറയാതിരുന്നത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമായി പോയി എന്ന് നിവിൻ ആസിഫിനോട് തൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആസിഫ് അതിന് ഒരു മറുപടിയും പറയുന്നില്ല. വീണ്ടും നിവിനാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആസിഫിനോട് പറയാം. നമ്മുടെ കാവേരി പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് പ്രണയിക്കാൻ ആരെ വേണമെങ്കിലും കിട്ടും നിവിനെ, പക്ഷേ ഒരു യഥാർത്ഥ ഫ്രണ്ട് അങ്ങനെ ഒരാളെ കിട്ടാൻ പാടാ. പ്രത്യേക യാതൊരു ലാഭേച്ഛയില്ലാതെ നമ്മളെ കേട്ടിരിക്കുന്ന ഒരാൾ, നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പം നമുക്കൊപ്പം ചിരിക്കുന്ന, സങ്കടപ്പെടുമ്പം സാന്ത്വനമായി ഞാനുണ്ട് കൂടെ എന്നൊരു വാക്ക് പറഞ്ഞ് ഹൃദയം കൊണ്ട് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ഫ്രണ്ട്, അത് 1000-ൽ ഒരാളെ ഉണ്ടാകൂ. എന്നെ സംബന്ധിച്ച് അതാണ് നിവിൻ എന്ന് നിവിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആസിഫിനോട് പറയാം. സാരമില്ലടാ, വേറെ ആരോടെങ്കിലും പ്രേമമുണ്ടെന്നല്ലല്ലോ പറഞ്ഞത്, നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്നല്ലേ അവൾ പറഞ്ഞിട്ടുള്ളൂ. ആ അത് തന്നെയാടാ എൻ്റെ ആശ്വാസം. ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലോ. ഒരു കണക്കിന് നന്നായടാ. എടാ, ഇതുവരെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നില്ലേ കാവേരി? അച്ഛൻ്റെ മരണം, വീട് നഷ്ടപ്പെട്ടത്, ജയബാലങ്കൾ തോട്ടം തട്ടിയെടുത്തത്, ആ സംഭവം, ആൻറ്റിയോടുള്ള വഴക്ക്, അങ്ങനെ ആ കുട്ടിക്ക് ചുറ്റും 100 കൂട്ടം പ്രശ്നം. അതിനെല്ലാം മീതെ ജയബാലങ്കളുടെ ഭീഷണി. ഇതിനൊക്കെ ഇടയിൽ പ്രേമിക്കാൻ എന്നല്ല ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നില്ലേ കാവേരി? ഇനി തിരുവനന്തപുരത്തൊരു പുതിയ തുടക്കം, അവിടുന്ന് തുടങ്ങാം നിങ്ങളുടെ 2 വീലർ ലവ് സ്റ്റോറി എന്ന് പറയാം. അതെ അതെ, അതാ എൻ്റെയും പ്രതീക്ഷ. ഇനിയെങ്കിലും കാവേരിക്ക് ഒരു സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു. അവൾ അത്രയേറെ ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിവിനും പറയുവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ കാവേരിയും കുടുംബവും കൂടെ താരയുടെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പെട്ടെന്ന് കാവേരി സംസാരിക്കുക. താര ചേച്ചി, ഈ പിങ്കും നീലയും പെയിൻ്റ് അടിച്ച അലങ്കൃത എന്ന് പറയുന്ന വീടല്ലേ? ആ അത് തന്നെ, കയറിപ്പോരെ എന്ന് പറയാം. എങ്കിലേ ഞങ്ങൾ വീടിൻ്റെ മുന്നിലുണ്ട് കേട്ടോ, ഞാൻ ഇറങ്ങി വരാം എന്ന് താരയപ്പം കാവേരിയോട് പറയാണ് കേട്ടോ. അപ്പം എല്ലാവരും വീടും പരിസരം ഒക്കെ നോക്കുവാണേ. പെട്ടെന്ന് താര പുറത്തേക്ക് ഇറങ്ങി വരിക. ബാ എന്ന് അവരെ അകത്തേക്ക് ക്ഷണിക്കുക. കയറി വാ, അകത്തേക്ക് കയറി വരൂ എന്ന് പറയണേ. അപ്പം കാറ് അകത്തേക്ക് കയറ്റിക്കോ എന്ന് നമ്മുടെ വിനീതിനോട് താര പറയണം. അപ്പം കാറ് അവർ വീടിനകത്തേക്ക് കയറ്റുക. അപ്പോൾ എല്ലാവരും ഇറങ്ങി പുറത്ത് വരികയാണ് കേട്ടോ. പരിസരമൊക്കെ നോക്കുക. ഞാൻ സാധനങ്ങളൊക്കെ എടുക്കാം എന്ന് അപ്പോൾ വിനീത് പറയണേ. രാധമ്മേ വാ, ഇതാ വീട് കേട്ടോ എന്ന് പറയാം. അപ്പം നമ്മുടെ ശാരദയും രാധമ്മയും വീടും പരിസരവും ഒക്കെ നോക്കുകയാണേ. വിനീതേട്ടാ, ലഗേജൊക്കെ പുറത്തെടുത്ത് വെച്ചോളൂ എന്ന് താര അവരോടായി പറയാം. അല്ല ചേച്ചി, ലഗേജ് പുറത്ത് വെച്ചാൽ പിന്നെയും കയറ്റി വെക്കണ്ടേ, അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നിങ്ങൾക്കൊരു താമസ സ്ഥലം കിട്ടിയിട്ടേ ഇനി നിങ്ങൾ ഇവിടുന്ന് ഞാൻ വിടത്തുള്ളൂ എന്ന് താര തീർത്ത് പറയാം. അപ്പം താരയുടെ ആ സമീപനമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. വാ നിളക്കുട്ടി, ഓർമ്മയുണ്ട് ചേച്ചിയെ എന്നൊക്കെ ചോദിക്കുക. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ട് ഇരിക്കുന്നോ എന്നിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അവരെല്ലാവരും കൂടി താരയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കാം. അപ്പം താരയുടെ വീടും പരിസരവും ഒക്കെ എല്ലാവരും നോക്കുകയാണ്. നല്ല വലിയൊരു മോഡേൺ രീതിയിൽ പണിത വീടാണ് കേട്ടോ. അപ്പം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ അമ്മ എന്താ ആലോചിക്കുന്നേ എന്ന് കാവേരി ശാരദയോട് ചോദിക്കുക. പുഷ്പവാടിൽ നിന്ന് പോരുന്നത് വരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോന്നാൽ മതിയെന്നായിരുന്നു മനസ്സിലുള്ളൂ. വന്നു കഴിഞ്ഞപ്പം അതിലും വലിയൊരു മനോവിഷമം മനസ്സിന്. ഇനി എന്താ ഏതാ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണ്ടേ? അമ്മ വിഷമിക്കണ്ട, എല്ലാം നല്ലതേ നടക്കൂ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ അമ്മേ, നമ്മുടെ അച്ഛനും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയാം. പെട്ടെന്ന് വിനീത് അങ്ങോട്ട് വരാം. അപ്പം പെട്ടെന്ന് അമ്മച്ചമ്മ പറയും, എടാ വിനീതേ ഇരിക്ക്, നീ അവിടെ ഇരിക്ക് എന്ന് പറയാം. ഗംഗയുടെ അടുത്ത് പോയി ഇരിക്കും. അപ്പം ഗംഗ വിനീതിനോട് പറയും, വിനീതേട്ടാ, താര പറയുന്നത് തൽക്കാലം ഇവിടെ താമസിക്കാമെന്നാ. ഇവിടെയോ? ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് കിട്ടുന്നത് വരെ തൽക്കാലം ഇവിടെ നിൽക്കാമെന്ന്. താര ചേച്ചിയുടെ ഹസ്ബൻഡും അച്ഛനും അമ്മയും ഒരു കല്യാണം കൂടാൻ വേണ്ടി ഒറ്റപ്പാലം വരെ പോയിരിക്കുക. അവരൊക്കെ ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന്. അതിനുള്ളിൽ നമുക്കൊരു വീട് കണ്ടെത്താം. അതുവരെ ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക. ബൊട്ടിക്കിൻ്റെ കാര്യം നോക്കേണ്ടതുകൊണ്ടാണ് ചേച്ചി ഇവിടെ തന്നെ നിന്നത് എന്ന് പറയാൻ കേട്ടോ. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള രീതിയിൽ വിനീതിനെ നോക്കുകയാണ് നമ്മുടെ കാവേരി. താര എല്ലാവർക്കും ചായ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മടുത്ത് വന്നതുകൊണ്ട് തന്നെ അവർ യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ ആ ചായ വാങ്ങി കുടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരോടുമായിട്ട് താര പറയാം, വിനീതേട്ടൻ എന്തു പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ, തൽക്കാലം ഇവിടെ നിന്നാൽ പോരെ എന്ന് ചോദിക്കാം. അപ്പം പെട്ടെന്ന് ശാരദ പറയും, അവന് കുഴപ്പമൊന്നുമില്ല, ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ മോളെ? മോളുടെ കാര്യം ഓർത്തത് എന്തോ ദൈവാനുഗ്രഹം. നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിയുമ്പം സിനോജ് ചേട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷമാവേ ഉള്ളൂ. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടുപോയതിൻ്റെ ഒരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു എന്ന് പറയാം. വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാകില്ലേ മോൾക്ക്? എന്തിനാ
എന്തിന്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അടുത്തുള്ള വീട്ടുകാരെല്ലാം നല്ല പരിചയക്കാരാ. പിന്നെ പുഷ്പവാടേക്കാളും സേഫാണ് ഇവിടെ. ചുറ്റും CCTV പോലീസും പെട്രോളിങ്ങും എല്ലാം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു പ്രശ്നം ഉണ്ടായി വിളിച്ച 5 മിനിറ്റിനുള്ളിൽ പോലീസ് എത്തും. സ്ത്രീകൾക്കുള്ള ഹെൽപ്പ് ലൈൻ വേറെ. അങ്ങനെ എല്ലാം കൊണ്ടും സുരക്ഷിതമായൊരു നാടാ ഇത് എന്ന് നമ്മുടെ താര അവരോടായിട്ട് പറയണം കേട്ടോ. അപ്പം അച്ചമ്മ പറയും, എനിക്കൊന്ന് നടു നിവർക്കണം മോളെ. എവിടെയാ ഒരു കിടക്കാനൊരു സ്ഥലം? ദാ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അങ്ങോട്ട് പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് അച്ചമ്മയോട് താര പറയണം. എന്നിട്ട് അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക റൂമേ. മറ്റൊരു റൂമും കൂടി ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി തങ്ങാൻ അത് പോരെ. പിന്നെ ഒന്ന് ഗസ്റ്റ് റൂമാണ്, പിന്നെ അച്ഛനമ്മമാരുടെ റൂം, അത് പോരെ. ഒരു രാത്രിയുടെ ആവശ്യമല്ലേ ഉണ്ടാകുള്ളൂ തരിച്ചേച്ചി, നിങ്ങൾക്ക് അത് തന്നെ ധാരാളമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മാറിക്കോളാം എന്ന് കാവേരി പറയാം. അങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല എന്ന് അപ്പം താര പറയണം. ഇവളിവിടെ 5-6 ദിവസം ഉള്ള പ്രതീക്ഷയിലാണ് ഞാൻ. കാലങ്ങൾക്ക് ശേഷം ഇവളെ എനിക്കിങ്ങനെ ഒന്ന് കയ്യിൽ കിട്ടുന്നത്. കഥകൾ എത്രയാ പറയാനിരിക്കുന്നത് എന്നൊക്കെ താര പറയണം കേട്ടോ. അപ്പം ശാരദ പറയും, അതല്ല മോളെ, ഒരു വീട് കണ്ടെത്തി പാല് കാച്ചി താമസമാക്കിയ കഴിഞ്ഞാലേ ഒരു മനസമാധാനം ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാ ഇപ്പം എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, മോൾക്ക് കൂട്ടിന് ആളായല്ലോ എന്ന് പറയാം. പെട്ടെന്ന് കാവേരി ചോദിക്കും, അഡ്വാൻസ് കൊടുത്ത വീട് തന്നെ കിട്ടില്ലേ വിനീതേട്ട എന്ന് വിനീതനോട് ചോദിക്കാം. അപ്പം ഗംഗ പറയും, അതിൻ്റെ കാര്യം ഇനി നോക്കണ്ട കാവേരി, അതെന്തോ തട്ടിപ്പാണെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് പറയാം. അപ്പം വിനീതേട്ടനല്ലാതെ വേറെ ആരെങ്കിലും ബേബി ചേട്ടനെ വിശ്വസിക്കുമോ? കുടിച്ച് കൂത്താടി നടക്കുന്ന ആ മനുഷ്യനെ. ഇവിടെ അങ്ങനെ ഒരു വീടോ ഹൗസ് ഓണറോ ഒന്നും ഉണ്ടാകില്ല. അയാൾ ആ കാശിന് കള്ളു കുടിച്ച് കാണും, അത്ര തന്നെ. ബേബി ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമോ ഗംഗെ എന്ന് വിനീത് ചോദിക്കാം. അല്ലെങ്കിൽ ആ ഹൗസ് ഓണർ വിനീതേട്ടനെ വിളിക്കണ്ടേ? നമ്മുടെ കയ്യിൽ നിന്ന് 10,000 രൂപ അഡ്വാൻസ് വാങ്ങിയതല്ലേ, ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി 1 തവണയെങ്കിലും വിളിച്ച് ചോദിക്കേണ്ടതല്ലേ? നമ്മളെ കാണാതെ വരുമ്പം അയാൾ അന്വേഷിക്കേണ്ടതല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുമ്പം അഡ്രസ്സോ ഫോൺ നമ്പറോ എന്തെങ്കിലും വാങ്ങിച്ച് വെക്കണ്ടേ? ഇവിടെ അങ്ങനൊന്നും ഇല്ല ഗംഗെ എന്ന് താര പറയും. ഒരാൾ പോയാൽ വേറൊരാൾ, അത്രേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ ആൾ എവിടെ പോയെന്ന് ഒരന്വേഷണം ഉണ്ടാകില്ല. ഇവിടെ അത്ര ഡിമാൻഡ് റൂമുകൾക്കും എന്ന് പറയാണ്. അല്ല, അപ്പോൾ 10,000 രൂപ പോയിട്ടുണ്ടാവുമോ മോളെ എന്ന് ശാരദ പറയും. അങ്ങനെ പോയൊന്നും കാണില്ല. ബേബി ചേട്ടന് ബോധം ഉണ്ടാകുമ്പോഴേ നിങ്ങളൊന്ന് നമ്പർ വാങ്ങിയിട്ട് അയാളെ വിളിച്ച നമ്പർ തിരിച്ചു വാങ്ങാൻ നോക്ക്. ഉടനെ വീട് വേണമെങ്കിൽ നിങ്ങൾ വേറെ അന്വേഷിക്കുന്നതാകും നല്ലത്. അതിൻ്റെ ഇനി പ്രതീക്ഷ വെക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയാം. പെട്ടെന്ന് വിനീത് പറയും, അത് സാരമില്ല, 50 ലക്ഷം രൂപയുണ്ടല്ലോ. താരയ്ക്കറിയാവോ ഈ ഏരിയയിലുള്ള ബ്രോക്കർമാരെയൊക്കെ എന്ന് ചോദിക്കുക. ഇവിടെ അങ്ങനെ ബ്രോക്കർമാരൊന്നും ഇല്ല വിനീതേട്ടാ, പകരം ഏജൻസികളാണ് ഉള്ളത്, അല്ലാതെ ബ്രോക്കർമാരുടെ സഹായമൊന്നും കിട്ടില്ല. നമുക്ക് ആകാശത്തിന് താഴെയുള്ള ഏത് കാര്യവും സാധിച്ചു തരാൻ ഇടനിലക്കാരെ കിട്ടും. ഗ്യാസ് കണക്ഷൻ, റേഷൻ കാർഡ്, ടിക്കറ്റ് ബുക്കിംഗ്, അങ്ങനെ എന്തിനും നമുക്കിവിടെ ആൾക്കാരെ കിട്ടും. വീട് വാടകയ്ക്ക് കിട്ടാനാണെങ്കിലേ 1 മാസത്തേക്കുള്ള റെൻറ്റ് കമ്മീഷനെ കൊടുക്കണമെന്ന് മാത്രം. അത് കുഴപ്പമില്ല, 50 ലക്ഷം ഉണ്ടല്ലോ എന്നിങ്ങനെ വിനീത് ഇടയ്ക്കിടയ്ക്ക് 50 ലക്ഷത്തിൻ്റെ കാര്യം വലിയ കാര്യം പോലെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗംഗ പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ച് ഒന്ന് നിയന്ത്രിക്കും, മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ. കാരണം വിനീതിന് പൈസ കിട്ടിയപ്പോൾ തൊട്ട് എന്തോ ഒരു ആർഭാടം പോലെയാണ്. പെട്ടെന്ന് ഗംഗ പറയും, എപ്പോഴും ഇത് പറയണമെന്നൊന്നുമില്ല. ഇവിടെ തൊട്ടടുത്തൊരു ഏജൻസി ഉണ്ട്, അച്ഛനെ അമ്മയെ അല്ലാതെ എന്തും അവർ സംഘടിപ്പിച്ച് തരും. നമുക്ക് അവിടെ ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം വിനീതയ്ക്കും ഗംഗയ്ക്കും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുകയാണേ. അത് നോക്കാം എന്നുള്ള രീതി